ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നൊരു നോർമൽ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. സോ നമുക്ക് ബാക്കി കാണാം. സോ ഗായ്സ്, നമ്മളപ്പോൾ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റുഡിയോ. ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ് സുജു. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോ എത്തി. പിന്നെ നമ്മളതിനെ കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു സ്കേർട്ട്. പക്ഷേ ഞാൻ എടുത്തില്ല. പിന്നെ എനിക്ക് ടോപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ ഡ്രസ്സൊക്കെ എനിക്ക് തോന്നി അവിടെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു ടെൻഡർ കോക്കനട്ട് കുടിക്കാമെന്ന്, കരിക്ക് വെള്ളം. എന്നിട്ട് കരിക്ക് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. അത് കഴിഞ്ഞ് അപ്പം അങ്ങനെ കുറച്ച് നേരം കരിക്കൊക്കെ കുടിച്ച് അങ്ങനെ നിന്നു. പിന്നെ ഇപ്പം എന്താ, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റോഡിൻ്റെ അവിടെ തന്നെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും കഴിക്കാൻ കയറാം. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഓക്കെ, അതനുസരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു പിസ്സയും ഒരു സാൻഡ്വിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടായി, പക്ഷേ സാൻഡ്വിച്ച് തീരെ നന്നായിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന്, ഇത് ഞാൻ കഷ്ടപ്പെട്ട് ക്യാമറ വയ്ക്കാൻ നോക്കിയതാണ്, പക്ഷേ ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഗണേശ ചതുർത്ഥീൻ്റെ പരിപാടി ആയ കാരണം ഞങ്ങൾ മെഹന്തി ഇടാൻ വിചാരിച്ചു. അങ്ങനെ മെഹന്തിയൊക്കെ വാങ്ങിച്ച് അപ്പോഴാണ് മറ്റേ പി ജിൻ്റെ അവിടെ ഇങ്ങനെ ഒരു മറ്റേ ഗണപതീൻ്റെ ഇത് വയ്ക്കില്ലേ, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഗായ്സ്, ഞങ്ങളിപ്പോൾ ഗണേശ് ചതുർത്ഥി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പി ജിൻ്റെ താഴെ തന്നെയാണ് ഇപ്പം രംഗോലി പരിപാടിയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മൂണിനെ കാണാൻ പാടില്ലായിരുന്നതാണ്, പക്ഷെ അറിയാതെ കണ്ട് എൻ്റെ ഫ്രണ്ട് അതാണ് പറയുന്നത്. അറിയാതെ ഞാൻ കണ്ടുപോയി. ഇപ്പം എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. റോട്ടിൽ നിറച്ച് പട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ, പക്ഷെ അവർ പാവങ്ങളാണ്, ഒന്നും ചെയ്യത്തൊന്നുമില്ല, കടിക്കത്തൊന്നുമില്ല, കുരയ്ക്കത്തുമില്ല, പാവം പട്ടികളാണ്. അപ്പം അങ്ങനെയൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ റോട്ടിൽ. പിന്നെ ഇപ്പം എന്താ, ഇങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ പൂജയൊക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു പ്രസാദം തരും. അപ്പം നമുക്ക് എല്ലാവർക്കും അത് കഴിക്കാം, ഫ്രീ ആണ്. 3 ദിവസത്തെ ഫുഡ് നൈറ്റ് ഇവിടെ നിന്നാണ് കഴിച്ചത്. സോ നല്ല ഫുഡ് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഉള്ള പി ജിയിലുള്ള ഓണേഴ്സും, പിന്നെ ഇവിടെ നമ്മൾ പി ജിയിൽ നമ്മൾ നിൽക്കുന്ന പോലത്തെ ഓരോ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തമാശ, ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് ഓരോ കസേര കളി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരുന്നു ഇവർ. പിന്നെ ഉറിയടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ അതാണ് ഞാൻ കഴിച്ച ഫുഡ്. 3 ദിവസം 3 വെറൈറ്റി ആയിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഗണേശ് ചതുർത്ഥിയുടെ ഇത് നമ്മൾ മെഹന്തി വാങ്ങിച്ചായിരുന്നല്ലോ, അപ്പോൾ അതും ഞാൻ മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കായിരുന്നു. നല്ല ബോറായിരുന്നു കാണാൻ, പക്ഷേ അവളൊന്നും പറഞ്ഞില്ല എന്നെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളങ്ങനെ മെഹന്തിയൊക്കെ ഇട്ട് വെറുതെ നൈസ്, നല്ല രസമായിരുന്നു. അങ്ങനെ ഇരുന്നു. അത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ ആ ദിവസം. പിന്നെ ഞാൻ എൻ്റെ മെഹന്തി കൂടി കാണിച്ച് തരാം. ഇതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.